മന്ത്രി മാപ്പ് പറഞ്ഞു അതോടെ ആ വിഷയം തീരുന്നതാണ്. അല്ല, മാപ്പ് പറഞ്ഞത് മാത്രമല്ല, അവരെല്ലാം മനസ്സിൻ്റെ ഉള്ളിലുള്ള മാനസിക നില എന്താണ് എന്നാണ് വ്യക്തമാക്കപ്പെട്ടത്. സ്ത്രീ വിരുദ്ധമായ സമീപനമാണ്. ആ സമീപനത്തെ, സ്ത്രീകളെ അപമാനിക്കുന്ന സമീപനത്തെ കേരളം ഒരിക്കലും അംഗീകരിക്കില്ല. അദ്ദേഹത്തിന് നല്ല ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ വന്ന് ഇപ്പം തൽക്കാലം മാപ്പ് പറഞ്ഞിരിക്കുന്നു അത്രയും സമാധാനം. മുരളീധരൻ പറഞ്ഞത് കടലിലേക്ക് പോയ പിന്നെ ബോഡി കിട്ടൽ വലിയ പ്രയാസമെന്നാണ്. എന്തൊക്കെയാണ് ഈ മന്ത്രിമാർ പറയുന്നത്? എത്ര നിരുത്തരവാദപരമായ നിലയിലാണ് കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. അതാണ് ജോണിൻ്റെ മോള് ചോദിച്ചത്. അപ്പോൾ 5 ദിവസമായി കാണാതായിട്ട് ഒരു കർശനമായ നിലപാട് സ്വീകരിക്കുന്നില്ല. ഹെലികോപ്റ്ററിൽ നിങ്ങൾക്ക് പോകുന്നതിൽ വിഷമമില്ല, നിങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതിലും നിങ്ങൾക്ക് പ്രയാസമില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോകുന്നതിലും പ്രയാസമില്ല. എൻ്റെ പാപ്പ 5 ദിവസമായിട്ട് കണ്ടിട്ടില്ല, നിങ്ങളാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ആ കുട്ടി പറഞ്ഞല്ലോ. ജിജു എന്ന് പറയുന്ന ആ കുട്ടി കൃത്യമായിട്ട് പറഞ്ഞതല്ലേ വാർത്താമാധ്യമങ്ങളോട്. അവരുടെ കണ്ണീരാണ് നമ്മൾ കാണുന്നത്. ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്താൻ ഇവർക്കാവുന്നില്ല. ഇതാണ് ചിത്രം. എല്ലാം നിരുത്തരവാദപരമായ രീതിയിൽ മന്ത്രിമാർ പെരുമാറുക, അതുപോലെ തന്നെ മുഖ്യമന്ത്രി പെരുമാറുക. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇല്ലാത്തതാണ്. എല്ലാ രീതിയിലും പിണറായി ജനങ്ങളെ ചേർത്ത് നിർത്തിയിട്ടാണ്. അന്ന് 15 ലക്ഷം ആളുകളെയാണ് ഇതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാമ്പുകളിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത്. 15 ലക്ഷം. ഇവിടെ 13,000 മുഴുവായിട്ടില്ല. അപ്പോഴിതാണ് സ്ഥിതിയെങ്കിൽ പിന്നെ എന്തായിരിക്കും ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഭാവി?